ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിലെ പഴങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു ബൈബിൾ ക്വിസാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജോർജ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: മൂടുപടത്തിൻ്റെ ഇടയിൽ കണ്ണം പോലെ ഇരിക്കുന്ന പഴം ഏതാണ്? ഉത്തരം ഇതാണ്: മാതളപ്പഴം. ഉത്തമഗീതം 4:3, 6:7. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഹിസ്കിയാവിനെ യെശയ്യാവ് മുഖേന സൗഖ്യമാക്കിയ പഴം ഏതാണ്? ഉത്തരം അത്തിപ്പഴം. യെശയ്യാവ് 38:21. അടുത്ത ചോദ്യം: യഹോവ തൻ്റെ നാദം കേൾപ്പിക്കുമ്പോൾ പൊഴിയുന്ന പഴം ഏതാണ്? ഉത്തരം ആലിപ്പഴം. സങ്കീർത്തനം 18:13. അടുത്ത ചോദ്യം: എന്നെ പറിച്ച് ഫറവോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഏത് പഴമാണ്? ഉത്തരം മുന്തിരിപ്പഴം. ഉൽപ്പത്തി 40:11. അടുത്ത ചോദ്യം: യെരൂശലേമിൽ ശബ്ബത്തിൽ ചുമന്നുകൊണ്ടുവന്ന പഴങ്ങൾ. ഉത്തരം മുന്തിരിപ്പഴവും അത്തിപ്പഴവും. നെഹമ്യാവിൻ്റെ പുസ്തകം 13:15. അടുത്ത ചോദ്യം: സീബ ദാവീദിനെ എതിരേൽപ്പാൻ വന്നപ്പോൾ കഴുതപ്പുറത്ത് കൊണ്ടുവന്ന പഴം ഏതായിരുന്നു? ഉത്തരം ഉണക്കമുന്തിരിക്കുല. 2 ശമൂവേൽ 16:1-2 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ആമോസ് പെറുക്കിയ പഴം ഏതാണ്? ഉത്തരം കാട്ടത്തിപ്പഴം. ആമോസ് 7:19. അടുത്ത ചോദ്യം: യാക്കോബിനെ കൂലിക്ക് വാങ്ങിയ പഴം ഏതാണ്? ഉത്തരം ദൂദായിപ്പഴം. ഉൽപ്പത്തി 30:16. അടുത്ത ചോദ്യം: മുന്തിരിപ്പഴം പറിക്കുന്നവർ ഏത് പഴമാണ് ശേഷിപ്പിക്കുന്നത്? ഉത്തരം കാലാപ്പഴം. ഉപദ്യാവിൻ്റെ പുസ്തകം 1:5. അടുത്ത ചോദ്യം: ഭൂമിയിൽ എന്ത് പഴുത്തിരിക്കാനാണ് കൊങ്കത്തെ ഉപയോഗിച്ച് കുല അറുക്കുക എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞത്? ഉത്തരം മുന്തിരിങ്ങ. വെളിപ്പാട് പുസ്തകം 14:18. അടുത്ത ചോദ്യം: ബൈബിളിൽ സുഗന്ധം വീശുന്ന ഏക പഴം ഏതാണ്? ഉത്തരം ദൂദായിപ്പഴം. ഉത്തമഗീതം 7:14. അടുത്ത ചോദ്യം: മുള്ളുകളിൽ നിന്നും ഞെരിഞ്ഞുകളിൽ നിന്നും പറിക്കാറില്ലാത്ത പഴങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം മുന്തിരിപ്പഴവും അത്തിപ്പഴവും. മത്തായി 7:16, ലൂക്കോസ് 6:44. അടുത്ത ചോദ്യം: ദൈവം ആമോസിന് കാണിച്ചു കൊടുത്ത പഴം ഏതാണ്? ഉത്തരം ഒരു കുട്ട പഴുത്ത പഴം. ആമോസ് 8:2. അടുത്ത ചോദ്യം: മരുഭൂമിയിൽ ഇസ്രായേലിനെ ഏത് പഴം പോലെയാണ് കണ്ടെത്തിയത്? ഉത്തരം മുന്തിരിപ്പഴം പോലെ. ഹോശേയ 9:10. അടുത്ത ചോദ്യം: യാക്കോബ് അത്തിവൃക്ഷത്തിൽ ഞാൻ കായ്ക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, എങ്കിൽ ഞാൻ ഏത് പഴമാണ്? ഉത്തരം ഒലിവ് പഴം. യാക്കോബ് 3:12. അടുത്ത ചോദ്യം: എന്നെ കാക്കുന്നവൻ എൻ്റെ പഴം തിന്നും, എങ്കിൽ ഞാൻ ഏതു പഴമാണ്? ഉത്തരം അത്തിപ്പഴം. സദൃശ്യവാക്യം 27:18. അടുത്ത ചോദ്യം: ഞങ്ങളെ 2 പേർ ഒരു തണ്ടിൽ കെട്ടി ചുവന്നിട്ടുണ്ട്, ഞങ്ങൾ ആരാണ്? ഉത്തരം മുന്തിരി. സംഖ്യാപുസ്തകം 13:23. അടുത്ത ചോദ്യം:
കാണുന്നവർ ഉടനെ പറിച്ചു തിന്നുന്ന പഴം ഏതാണ്? ഉത്തരം അത്തിപ്പഴം. യെശയ്യാവ് 28:4. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ കാരണം കാട്ടത്തി വൃക്ഷം നശിച്ചുപോയി, എങ്കിൽ ഞാൻ ഏത് പഴമാണ്? ഉത്തരം ആലിപ്പഴം. സങ്കീർത്തനം 78:47. അടുത്ത ചോദ്യം. വിവിധയിനം നൂലുകൾ കൊണ്ട് എന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഏത് പഴമാണ്? ഉത്തരം മാതളപ്പഴം. പുറപ്പാട് പുസ്തകം 39:24. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.